നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറികളുടെ മൂല്യവർദ്ധന പദ്ധതിക്ക് 150 ലക്ഷം രൂപ. വനിതാ ക്ഷീര കർഷകർക്ക് തൊഴിലുറപ്പ് 2 കോടി രൂപയുടെ പദ്ധതി. പച്ചക്കറി വിൽപ്പന സഹായത്തിന് ഹോർട്ടികോർ. വിശദമായ വാർത്തകളിലേക്ക്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന എ ഗ്രേഡ് ക്ലസ്റ്ററുകൾക്കും ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സംഘടനകൾക്കും പച്ചക്കറി മൂല്യവർദ്ധന യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 150 ലക്ഷം രൂപയുടെ പദ്ധതി കൃഷിവകുപ്പ് നടപ്പാക്കുന്നു. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിയിൽ 72 ക്ലസ്റ്ററുകൾ ഉൾപ്പെടുത്തും. പച്ചക്കറികൾക്ക് വിളവെടുപ്പ് വേളയിൽ സംഭവിക്കുന്ന കേടുപാടുകൾ ഒഴിവാക്കി അവ പിൽക്കാല ഉപയോഗത്തിന് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ക്ഷീര കർഷകരെ ക്ഷീരോത്പാദന മേഖലയിൽ നിലനിർത്താനും കൂടുതൽ യുവതികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനും 1000 വനിതാ ക്ഷീര കർഷകർക്ക് ഒരു വർഷം 10,000 രൂപ വീതം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ രൂപം നൽകി. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ മാനദണ്ഡ പ്രകാരമുള്ള ഈ നൂതന പദ്ധതിക്ക് ഈ വർഷം 2 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 2015-16 വർഷത്തെ SCA, SCP എന്നീ പ്രത്യേക സഹായ പദ്ധതികൾ പ്രകാരം കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും ഗർഭിണി പശുക്കളുടെ പരിപാലനത്തിനും ധനസഹായത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ കോട്ടയം മരങ്ങാട്ടുപള്ളിയിലുള്ള ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടണം. ഹോർട്ടികോർപ്പിന് നിലവിൽ പച്ചക്കറികൾ നൽകുന്നവരെ കൂടാതെ ഏതെങ്കിലും കർഷകർക്കോ കർഷക കൂട്ടായ്മയ്ക്കോ അവരുടെ പച്ചക്കറികൾ വിൽപ്പന നടത്താൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഹോർട്ടികോർപ്പ് അറിയിക്കുന്നു. സംഭരിക്കുന്ന ഇത്തരം പച്ചക്കറികൾ വെള്ളായണി കാർഷിക കോളേജിലെ ലാബിൽ പരിശോധന നടത്തി ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പുവരുത്താനും ഹോർട്ടികോർപ്പിന് സൌകര്യമുണ്ട്. ഇതിനായി ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറെയോ പ്രോജക്ട് റീജിയണൽ മാനേജരെയോ ഫോൺ വഴി ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 0471 2359 651. മാനേജിംഗ് ഡയറക്ടർ 9447 544091. റീജിയണൽ മാനേജർ 9442 46201. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിൽ മികച്ച തേനീച്ച കോളനികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ മുൻകൂട്ടി പണമടച്ച് രജിസ്റ്റർ ചെയ്യണം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 3 മണി വരെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2 384 422. കോഴിക്കോട് വെങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിലെ 4 ഏക്കർ കൃഷിഭൂമി 11 മാസ കാലയളവിലേക്ക് പാട്ട വ്യവസ്ഥയിൽ പച്ചക്കറി കൃഷിക്ക് നൽകുന്നു. താൽപര്യമുള്ള കർഷക ഗ്രൂപ്പുകൾക്ക് ഇതിനായി കൊട്ടേഷൻ സമർപ്പിക്കാം. അടിസ്ഥാന ലേലത്തുക ഏക്കറിന് 6000 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. കൊട്ടേഷനുകൾ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 20 രാവിലെ 11 മണി. വിശദവിവരങ്ങൾക്ക് 0495 2 376 514 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 10,400 രൂപ, കോഴിക്കോട് 11,600 രൂപ, തൃശൂർ 10,200 രൂപ. കൊപ്ര കൊച്ചി 7,035 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 6,975 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64,000 രൂപ, ഗാബിൾഡ് 67,000 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ. മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക 23,000 രൂപ മുതൽ 24,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, RSS 4ാം ഗ്രേഡ് 11,450 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, RSS 4ാം ഗ്രേഡ് 11,450 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,400 രൂപ, കൊപ്ര 7,035 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64,000 രൂപ, ഗാബിൾഡ് 67,000 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ.
അടയ്ക്ക പുതിയത് 23,000 രൂപ മുതൽ 24,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ. RSS 4ാം ഗ്രേഡ് 11,450 രൂപ. ഒട്ടുപാൽ 7,800 രൂപ. ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഈ വാരം വിലയിടിവ് നേരിട്ടു. പ്രാദേശിക തലത്തിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് മൂലം 300 രൂപ കുറഞ്ഞു. പച്ചത്തേങ്ങയും കൊപ്രയും ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്ക് എത്തിയതിനിടയിൽ ബില്ലുകാർ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിൽപ്പന നടത്താൻ മത്സരിച്ചു. അതേസമയം ഉത്തരേന്ത്യൻ ഭക്ഷ്യ എണ്ണ വില ഉയർന്നു. ഹൈറേഞ്ച് കുരുമുളകിന്റെ ലഭ്യത കുറഞ്ഞതോടെ വില ഉയർത്താൻ ബാങ്കുകാർ ഉത്സാഹിച്ചു. ഇന്ന് ഗാർബിളുള്ള കുരുമുളക് കിലോ 670 രൂപയായി ഉയർന്നു. ആഭ്യന്തര ഡിമാൻഡാണ് ഉൽപ്പന്ന വില ഉയർത്തിയത്. ഈ വാരം ചുക്കുവിലയിൽ മാറ്റമില്ല. ഉൽപാദന മേഖലയിൽ നിന്നുള്ള ചുക്ക് നീക്കം ചുരുങ്ങിയത് ഒരു പരിധിവരെ വിപണിക്ക് താങ്ങ് പകർന്നു. ഔഷധ നിർമ്മാതാക്കളുടെ വരവ് ജാതിപത്രി വിലകൾ ഉയർത്തി. അതേസമയം ഗ്രാമ്പുവിന്റെ വില വീണ്ടും കുറഞ്ഞു. റബ്ബർ ലഭ്യത കുറഞ്ഞത് വ്യവസായികളെ അസ്വസ്ഥരാക്കിയെങ്കിലും ഷീറ്റ് വില ഉയർത്താൻ അവർ താൽപര്യം കാണിച്ചില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6. കോഴിക്കോട് 35.3, 26. കൊച്ചി 31.2, 24.6. ആലപ്പുഴ 33.2, 25.1. പുനലൂർ 34.6, 22.2. തിരുവനന്തപുരം 31.7, 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.